തൃശൂർ ദുരന്തത്തിൽ ഇപ്പോൾ മരണസംഖ്യയെ സംബന്ധിച്ചൊരു സ്ഥിരീകരണം നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നില്ല. ഏഴ് പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സമീപത്തെ കുളങ്ങളിൽ നടത്തിയ പരിശോധന അത് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇന്നത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ പേര് വിവരങ്ങൾ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പേര് വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. മൂന്ന് പേരെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 പേരെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്. 39 വയസ്സുള്ള സുവിൻ, സുദർശനൻ, അതോടൊപ്പം വാസുദേവൻ, അങ്ങനെ 3 പേരെ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. 3 പേരെയാണ് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. 1 സുവിൻ, 2 സുദർശനൻ, 3 വാസുദേവൻ. എങ്ങനെയാണ് ഇതിൽ വാസുദേവൻ പാലക്കാട് സ്വദേശിയാണ്. സുദർശനൻ, പിന്നീട് സുവിൻ, വിവരങ്ങൾ നമുക്ക് കുറച്ചുകൂടി അറിയേണ്ടതുണ്ട്. വിഷ്ണു പ്രകാശിലേക്ക് പോകാം. വിഷ്ണു തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. വിഷ്ണു, ഇപ്പോൾ 3 പേരെ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ശ്രീജ, 3 പേരുടെ മരണം സ്ഥിരീകരിച്ച ആ പേര് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 39 വയസ്സുള്ള സുവിൻ, അതുപോലെ തന്നെ സുദർശനൻ, വാസുദേവൻ എന്നിങ്ങനെ 3 പേരെയാണ് നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ തിരിച്ചറിയൽ നടപടി അടക്കം ഏറെ പ്രയാസമുള്ള കാര്യമാണ്. ബന്ധുക്കളായിട്ടുള്ള കുറച്ച് ആളുകൾ ഈ പരിസരത്തോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി അവിടെ ആണ് ഇവരുടെ ഈ തിരിച്ചറിയുന്ന ആ ഒരു നടപടിക്രമങ്ങൾ ഇപ്പോൾ നിലവിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഏതായാലും അല്പസമയം മുമ്പ് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഇവിടെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ പ്രത്യേകമായി സജ്ജമാക്കിയിട്ടുള്ള ബേൺ യൂണിറ്റിലോട്ട് ഇപ്പോൾ ഈ ഡോക്ടർമാരുമായി സംസാരിക്കുന്നതിന് വേണ്ടി ജില്ലാ കളക്ടർ അവിടേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ജില്ലാ കളക്ടർ അവിടെ നിന്നും പുറത്ത് ഇറങ്ങി വരുന്ന ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ കിട്ടും. എത്ര പേരാണ് ചികിത്സയിലുള്ളത്, എത്ര പേരുടെ ഈ ഒരു മരണം, എത്ര പേരെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അടക്കമുള്ള കാര്യങ്ങൾ, വിവരങ്ങൾ. കാരണം ഒരുപക്ഷെ ആശങ്കയോടെ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടാവും. ഇപ്പം നമുക്ക് ലഭ്യമായ വിവരം ആളുകളെ അറിയിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 3 പേരെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ 1 സുദർശനൻ 54 വയസ്സാണ്. വെണ്ണൂർ ദേശമാണ്, പഴയന്നൂർ, അതായത് തൃശ്ശൂർ സ്വദേശി തന്നെയാണ്. സുദർശനൻ 54 വയസ്സ്, വെണ്ണൂർ ദേശം, പഴയന്നൂർ. രണ്ടാമത്തെ ആൾ 54 വയസ്സുള്ള വാസുദേവനാണ്. മാടിപ്പുറത്ത് കുമരനെല്ലൂരാണ്, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ആളാണ് വാസുദേവൻ. മൂന്നാമത് സുവിൻ, 40 വയസ്സാണ്, കുണ്ടന്നൂർ, പക്ഷേ എറണാകുളത്തെ കുണ്ടന്നൂരല്ല, തൃശ്ശൂരിലുള്ള കുണ്ടന്നൂർ എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്നത്. സുദർശനൻ, വാസുദേവൻ, സുവിൻ. ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായ 3 പേരെ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആരൊക്കെയാണ് എന്ന് അവരെ ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്. സുദർശനൻ, വാസുദേവൻ, സുവിൻ. ഇതിൽ 2 പേർ തൃശ്ശൂർ ജില്ലക്കാരും, ഒരാൾ പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തിയുമാണ്. വാസുദേവനാണ് പാലക്കാട് ജില്ലയിൽ നിന്നുള്ള വ്യക്തി. 3 പേരെയാണ് ഇപ്പോൾ 7 പേരുടെ മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. അതിൽ 3 പേരെ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുകയാണ്.